ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓട്ടോക്രാറ്റ് എന്ന് പറയുന്ന ഗൂഗിൾ എക്സ്റ്റൻഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഡാറ്റ മാപ്പിംഗ് നടത്തുക എന്നുള്ളതാണ്. സോ ഈ ഒരു എൻ്റയർ പ്രോസസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 6 സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓട്ടോക്രാറ്റ് എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് നമ്മൾ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യുക, റെസ്പോൺസസ് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗൂഗിൾ ഫോം നമ്മൾ ഡ്രൈവിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ ഡാറ്റ ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഈ ടെംപ്ലേറ്റിൽ എന്ത് ചെയ്യുന്നു, ടാഗ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് ആംഗിൾ ബ്രാക്കറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ടാഗ് ക്രിയേറ്റ് ചെയ്യുക. ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് പഠിക്കും നമ്മൾ. ഓക്കെ, 5th സ്റ്റെപ്പ് പറയുന്നത് ഓട്ടോക്രാറ്റ് ജോബ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓട്ടോക്രാറ്റ് ജോബ് നമ്മൾ റൺ ചെയ്യുക എന്നുള്ളതാണ്. സോ ലെറ്റ് us go to the technical side. സോ ഇതിൽ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ഓട്ടോക്രാറ്റ് എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. സോ ഓട്ടോക്രാറ്റ് എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് ഓട്ടോക്രാറ്റ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്നു. സോ ഓട്ടോക്രാറ്റ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ നമുക്ക് കാണുന്ന ഫസ്റ്റ് ലിങ്ക് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓട്ടോക്രാറ്റ് ഗൂഗിൾ വർക്ക് സ്പേസ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ ഒരു ലിങ്ക് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. സോ വി ഹാവ് ടു സെലക്ട് ദിസ് ലിങ്ക്. നമ്മൾ ഈ ലിങ്ക് സെലക്ട് ചെയ്യുന്നു. സോ ഈ ലിങ്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോക്രാറ്റിൻ്റെ ഒരു പുതിയ വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും. സോ ഈ ഒരു വിൻഡോയിൽ നമുക്ക് ഓട്ടോക്രാറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. സോ എനിക്കിവിടെ അൺഇൻസ്റ്റാൾ ഓപ്ഷനാണ് കാണിക്കുന്നത്, ബട്ടനാണ് കാണിക്കുന്നത്, ബിക്കോസ് ഐ ഹാവ് ഓൾറെഡി ഇൻസ്റ്റാൾ ദിസ് ഓട്ടോക്രാറ്റ് എക്സ്റ്റൻഷൻ. നിങ്ങൾ ഓട്ടോക്രാറ്റ് എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ യു ഹാവ് ടു ക്ലിക്ക് ദാറ്റ് ബട്ടൺ. സോ വൺസ് ഓട്ടോക്രാറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോക്രാറ്റ് ഹാസ് ബീൻ ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പോപ്പപ്പ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ടു മൂവ് ടു ദ സെക്കൻഡ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ടു ക്രിയേറ്റ് എ ഗൂഗിൾ ഫോം. സോ നമ്മൾ ഒരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, സെപ്പറേറ്റ് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ആ ഫോൾഡറിന് അകത്ത് തന്നെ ആയിരിക്കാം നമ്മൾ ആ ഫോം ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ ഇവിടെ സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോൾഡറിനകത്താണ് സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഗൂഗിൾ ഫോം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഈസ് ദ ഗൂഗിൾ ഫോം ദാറ്റ് ഐ ഹാവ് ക്രിയേറ്റഡ്. ഇവിടെ ഞാനൊരു ബേസിക് ഡാറ്റ കളക്ഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫോർ ദ സേക്ക് ഓഫ് സിംപ്ലിസിറ്റി കുറച്ച് ഡാറ്റ മാത്രമേ എടുത്തിട്ടുള്ളൂ. നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, കോൺടാക്ട് നമ്പർ ആൻഡ് ഇമെയിൽ. സോ ദിസ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നൗ ലെറ്റ് us മൂവ് ടു ദ തേർഡ് സ്റ്റേജ്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ ടെംപ്ലേറ്റ്. ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദിസ് സ്റ്റെപ്പ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ ഡാറ്റ മാപ്പിംഗ് ചെയ്യുന്നത് ഈ ടെംപ്ലേറ്റിലോട്ടാണ്. സോ ഞാനിവിടെ ഓൾറെഡി ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ടെംപ്ലേറ്റ് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. സോ ദിസ് ഈസ് ദ ടെംപ്ലേറ്റ് ദാറ്റ് ഐ ഹാവ് ക്രിയേറ്റഡ്. സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ, നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, കോൺടാക്ട് നമ്പർ, ഇമെയിൽ. ഈ ഒരു ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ടാണ് ഞാൻ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പ് എന്നുള്ളത് നമ്മൾ ടാഗ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ടെംപ്ലേറ്റിനകത്ത് ടാഗ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് 4th സ്റ്റെപ്പ്. സോ ഞാൻ നേരത്തെ പറഞ്ഞു ടാഗ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആംഗിൾ ബ്രാക്കറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഞാനിവിടെ ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നു. ദിസ് സ്റ്റെപ്പ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ ടാഗ് യൂസ് ചെയ്തുകൊണ്ടാണ് ഡാറ്റ മാപ്പിംഗ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ടാഗ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആംഗിൾ ബ്രാക്കറ്റ്സ് ഉപയോഗിക്കുന്നു. ഞാൻ നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് എന്ന് തന്നെ കൊടുക്കുന്നു. നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ 1 എന്ന് കൊടുക്കാം. സോ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 1 എന്ന് പറയുന്ന ടാഗിന് നേരെ ഡാറ്റ മാപ്പ് ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്യേണ്ടത് നെയിം ഓഫ് ദ സ്റ്റുഡൻ്റ് ആണ്. സോ ഞാൻ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് തന്നെ കൊടുക്കുന്നു. ജെൻഡറിന് ഞാൻ ജെൻഡർ എന്ന് തന്നെ കൊടുക്കുന്നു. ഓക്കെ, വേണമെങ്കിൽ നമുക്കിവിടെ 2 എന്ന് കൊടുക്കാം. 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 2 എന്ന് പറയുന്ന ടാഗിന് നേരെ സെലക്ട് ചെയ്യേണ്ടത് ജെൻഡർ ആണ്. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്തിന് നേരെ ഞാൻ DOB എന്ന് കൊടുക്കുന്നു, ഡേറ്റ് ഓഫ് ബർത്ത്. സോ ഞാൻ ഡാറ്റ മാപ്പ് ചെയ്യുന്ന സമയത്ത് DOBൻ്റെ നേരെ ഞാൻ ചൂസ് ചെയ്യുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും. കോൺടാക്ട് നമ്പർ ഐ എം സിംപ്ലി ഗിവിങ് NO. ഓക്കെ, ആൻഡ് ഫൈനലി വി ഹാവ് ദ ഇമെയിൽ അഡ്രസ്. സോ ഇങ്ങനെ നമ്മൾ ടാഗ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ടാഗ് ഉപയോഗിച്ചുകൊണ്ടാണ് ആക്ച്വലി ഓട്ടോക്രാറ്റ് വർക്ക് ചെയ്യുന്നത്. ദിസ് ഈസ് ദ 4th സ്റ്റെപ്പ്. ഇനി 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോക്രാറ്റ് ജോബ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓട്ടോക്രാറ്റ് ജോബ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയിട്ടുള്ള ഗൂഗിൾ ഫോം റെസ്പോൺസസ് നമ്മൾ ഗൂഗിൾ ഷീറ്റിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. സോ നമ്മൾ ഓൾറെഡി ഒരു ഗൂഗിൾ ഫോം ഡിസൈൻ ചെയ്തിരുന്നു, സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട്. ആ സ്റ്റുഡൻറ്റ് പ്രൊഫൈലിലുള്ള കിട്ടിയിട്ടുള്ള റെസ്പോൺസസ്, എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 2 റെസ്പോൺസസ് ആണ്. അതിനെ ഞാൻ ഗൂഗിൾ ഷീറ്റിലോട്ട് മാറ്റാൻ വേണ്ടി ഇവിടെ ഒരു ഗ്രീൻ ബട്ടൺ അവൈലബിൾ ആണ്, വ്യൂ റെസ്പോൺസസ് ഇൻ ഷീറ്റ്. ഐ എം സിംപ്ലി ക്ലിക്കിംഗ് ദാറ്റ് ഗ്രീൻ ബട്ടൺ.
സോ നമുക്ക് ഇങ്ങനെ ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയുള്ള ഫോം റെസ്പോൺസസ് ഷീറ്റിൽ കാണാൻ വേണ്ടി പറ്റും. സോ ദീസ് ആർ ദ റെസ്പോൺസസ് ദാറ്റ് ഐ ഹാവ് റിസീവ്ഡ്. വിഷ്ണു പ്രസാദ്, മുഹമ്മദ് അസ്മിയാണ് ഈ ഡാറ്റ ഷീറ്റ് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഓട്ടോക്രാറ്റ് ആക്ച്വലി യൂസ്ഫുൾ ആവുന്നത് ബൾക്ക് ഡാറ്റ വരുന്ന സമയത്ത് ഓരോ ഇൻഡിവിജ്വൽ ഡാറ്റയും സെപ്പറേറ്റ് ആയിട്ട് എൻ്റർ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംവാട്ട് ഡിഫിക്കൾട്ട്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഓട്ടോക്രാറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ മാപ്പിംഗ് നടത്താൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇവിടെ നമ്മൾ നോക്കിയ ടോപ്പ് മെനു ബാറിൽ നോക്കിയ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിൽ നമ്മൾ ആഡ് ഓൺസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. സോ ആഡ് ഓൺസിൽ ഓട്ടോക്രാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇത് ഓട്ടോക്രാറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഓട്ടോക്രാറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് പറഞ്ഞത്. സോ ഓട്ടോക്രാറ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നു. സോ ഓട്ടോക്രാറ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ വിൻഡോ ഓപ്പൺ ആവും. ഈ ഒരു വിൻഡോയിലാണ് നമ്മൾ ഓട്ടോക്രാറ്റ് ജോബ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതിനു വേണ്ടിയിട്ട് നമുക്കൊരു ന്യൂ ജോബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ആ ന്യൂ ജോബ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ജോബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ന്യൂ ജോബ് ക്ലിക്ക് ചെയ്യുന്നത് നമ്മൾ. അതിനുശേഷം നമ്മൾ ജോബ് നെയിം കൊടുക്കുന്നു. സോ ജോബ് നെയിം ഞാൻ സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ തന്നെ കൊടുത്തു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാനാണ്. നമ്മൾ ഓൾറെഡി ഒരു ടെംപ്ലേറ്റ് ഡിസൈൻ ചെയ്ത് വെച്ചിരുന്നു അല്ലേ, നമ്മൾ ടാഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു ടെംപ്ലേറ്റ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫ്രം ഡ്രൈവ് നമ്മൾ ആ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുന്നു. സോ ദിസ് ഇസ് ദ ടെംപ്ലേറ്റ് ദാറ്റ് വി ഹാവ് ക്രിയേറ്റഡ്. സോ ആ ടെംപ്ലേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുന്നു. ആൻഡ് മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമുക്ക് ഡാറ്റ മാപ്പിംഗ് വരുന്നത്. സോ നമ്മൾ നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടാഗ് കൊടുത്ത് നമുക്ക് വേണ്ടത് നെയിം ഓഫ് ദ സ്റ്റുഡൻ്റ് ആണ് വരേണ്ടത്. സോ ഇവിടെ കാണിക്കുന്നത് കോളം ഹെഡ്സ് ആണ്, നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയുടെ കോളം ഹെഡ്സ് ആണ്. സോ നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള ടാഗിൻ്റെ നേരെ നമുക്ക് വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയിലുള്ള നെയിം ഓഫ് ദ സ്റ്റുഡൻ്റ് ആണ്. ജെൻഡറിന് നേരെ നമ്മൾ ജെൻഡർ തന്നെയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് DOB അല്ലെ, DOBക്ക് നേരെ നമുക്ക് വേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ആൻഡ് നമ്പറിന് നേരെ നമുക്ക് വേണ്ടത് കോണ്ടാക്ട് നമ്പറാണ്. ഇമെയിൽ തന്നെയാണ്. ഓക്കെ. ദെൻ അടുത്ത സ്റ്റെപ്പ് നമുക്ക് വരുന്നത് ഫയൽ സെറ്റിങ്സ് ആണ്. ഫയൽ സെറ്റിങ്സിൽ ആദ്യമായിട്ട് നമുക്ക് വരുന്നത് ഫയൽ നെയിം ആണ്. സോ ഫയൽ നെയിം നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ഫയലിനും ആ സ്റ്റുഡൻറ്റിൻ്റെ പേര് നമുക്ക് കൊടുക്കാം, സ്റ്റുഡൻറ്റ് നെയിം കൊടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഡ്രോപ്പ് റൈറ്റ് അവൈലബിൾ ആണ്. നമ്മൾ ആ ഡ്രോപ്പ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നെയിം ഓഫ് ദ സ്റ്റുഡൻ്റ് ആണ് നമുക്ക് ഫയൽ നെയിം വേണ്ടതെങ്കിൽ ആ നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ ബോക്സിൽ നമ്മൾ Ctrl+V പ്രസ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുന്നു. സോ നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ്. സോ അടുത്തത് നമ്മൾ എടുത്ത് ചോദിക്കുന്നത് ഫയൽ ടൈപ്പ് ആണ്. നമുക്ക് ഗൂഗിൾ ഡോക്യുമെൻ്റ് ആയിട്ടാണോ സ്റ്റോർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ PDF ആയിട്ടാണോ സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ ഞാനിവിടെ ഗൂഗിൾ ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുന്നു. അടുത്ത സ്റ്റെപ്പ്, ഫിഫ്ത്ത് സ്റ്റെപ്പ്, ഈ ഫയൽസ് നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ അതിന് നമ്മൾ ഇവിടെ ചൂസ് ഫോൾഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. സോ നമുക്ക് എവിടെയാണോ അത് സ്റ്റോർ ചെയ്യേണ്ടത് ആ ഫയൽ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റെപ്പ്. സോ ഞാൻ സ്റ്റുഡൻറ്റ് പ്രൊഫൈലിൽ 2020-21 എന്ന് പറയുന്ന ഒരു ഫോൾഡറിലാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫോൾഡറിൽ സേവ് ചെയ്യാം. സോ ഞാൻ 2020-21 എന്ന് പറയുന്ന ഫോൾഡറിൽ സേവ് ചെയ്യുന്നു. സെലക്ട് കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ്. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ്. സോ അടുത്ത എട്ടാമത്തെ സ്റ്റെപ്പ് നമ്മളടുത്ത് ചോദിക്കുന്നത് ഡോക്യുമെൻ്റ് ഷെയർ ചെയ്യണം എന്നുള്ളതാണ്, ഇമെയിലായിട്ട് അയക്കണം എന്നുള്ളതാണ്. സോ നമ്മൾ ഷെയർ ഡോക്യുമെൻറ്റ് യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡോക്യുമെൻ്റ് നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഇമെയിൽ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിലായിട്ട് അയക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഇവിടെ ഇൻറ്റേർണൽ പർപ്പസിനുള്ള ഡാറ്റ കളക്ഷൻ ആയതുകൊണ്ട് ഡോക്യുമെൻറ്റ് ഷെയർ ചെയ്യുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നോ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു ആൻഡ് സേവ് ബട്ടൺ നമ്മൾ കൊടുക്കുന്നു. സോ നമ്മളിപ്പോൾ ഓട്ടോക്രാറ്റ് ജോബ് സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ വൺസ് ഈ ജോബ് സേവ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ജോബ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമ്മൾ ജോബ് സേവ് ആയി. എക്സിസ്റ്റിംഗ് ജോബ്സ് സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റൺ ജോബ് ഓപ്ഷനാണ്. നമ്മൾ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. സോ ഇപ്പോൾ ഓട്ടോക്രാറ്റിൻ്റെ ജോബ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് ഡോക്യുമെൻറ്റ്സ് ഓട്ടോമാറ്റിക്കലി ഇപ്പം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇപ്പോൾ നമുക്കൊരു 1000 സ്റ്റുഡൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഡാറ്റ മാപ്പിംഗ് നടത്തി കഴിഞ്ഞാൽ 1000 സ്റ്റുഡൻസിൻ്റെ റെക്കോർഡും ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യും. നമ്മൾ ഓരോ സമയവും എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. സോ നമ്മുടെ ജോബ് റൺ ആയിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം ഫയൽസ് അവൈലബിൾ ആണോ എന്നുള്ളത്. സോ ഫയലിൻ്റെ ലിങ്ക് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. വിഷ്ണു പ്രസാദിൻ്റെത് ഉണ്ട്, അതേപോലെ മുഹമ്മദ് അസ്മീൻ്റെ ലിങ്ക് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് തന്നെ ഫയൽ ഓപ്പൺ ചെയ്യാം. ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മാപ്പ് ചെയ്ത ഡാറ്റാസ് വന്നു. നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് വിഷ്ണു പ്രസാദ്, ജെൻഡർ മെയിൽ, ഡേറ്റ് ഓഫ് ബർത്ത് വന്നു, കോൺടാക്ട് നമ്പർ,
ഇമെയിൽ, കംപ്ലീറ്റ് ഡാറ്റ നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത് എവിടെയായിരുന്നു? സ്റ്റുഡൻറ്റ് പ്രൊഫൈലിൽ 2020-21 എന്ന് പറയുന്ന ഫോൾഡറിലാണ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത്. ഇനി അവിടെ അവൈലബിൾ ആണെന്നുള്ളത് നമ്മൾ നോക്കണം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലോട്ട് പോകുന്നു. സോ ഇതാണ് നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് ഉള്ളത്. ഗൂഗിൾ ഡ്രൈവിൽ സ്റ്റുഡൻറ്റ് പ്രൊഫൈലിലാണ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത്. സ്റ്റുഡൻറ്റ് പ്രൊഫൈലിൽ 2020-21 എന്ന് പറയുന്ന ഫോൾഡറിലാണ്. സോ 2020-21 നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. സോ അതിൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഫയൽസ് കാണാൻ പറ്റും. ഇവിടെ 2 ഫയൽസ് അവൈലബിൾ ആണ്, വിഷ്ണു പ്രസാദ്, മുഹമ്മദ് അസ്മി. ഇങ്ങനെ എത്ര സ്റ്റുഡൻറ്റിൻ്റെ ഫയൽസ് വേണമെങ്കിലും നമുക്ക് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി യുണീക്ക് ആക്കണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് രജിസ്റ്റർ നമ്പറോ അല്ലെങ്കിൽ റോൾ നമ്പർ വൈസ് നമുക്ക് വേണമെങ്കിൽ ഫയൽസ് സേവ് ചെയ്യാം. ഈ സെയിം വേ തന്നെയാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. സർട്ടിഫിക്കറ്റ് നമ്മൾ ഗൂഗിൾ സ്ലൈഡിൽ ആണ് ചെയ്യുന്നതെന്ന് മാത്രം. അതേപോലെ ഷെയർ ഡോക്യുമെൻറ്റ്സ് എസ് കൊടുത്തുകൊണ്ട് നമ്മൾ ഇമെയിൽ ടാഗ് കൊടുത്താൽ മാത്രം മതി. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓട്ടോക്രാറ്റ് എല്ലാ പാർട്ടിസിപ്പൻസിനും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. സോ നമ്മൾ മാനുവലി ചെയ്യേണ്ട കാര്യമല്ല. സോ ഇങ്ങനെയാണ് ഡാറ്റ മാപ്പ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. സോ താങ്ക് യു ഫോർ ലിസണിങ് മീ.